നമസ്കാരം. സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും സിവിൽ കേസിനെക്കുറിച്ചും ക്രിമിനൽ കേസിനെക്കുറിച്ചും ചെറുതായി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ലീഗൽ പ്രിസം. ഞാൻ പ്രീത സുരേഷ്. എന്താണ് സിവിൽ? എന്താണ് ക്രിമിനൽ? പ്രൈവറ്റ് ഡിസ്പ്യൂട്ടുകളെയാണ് സിവിൽ കേസുകൾ എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യ അവകാശങ്ങളെ അല്ലെങ്കിൽ ബാധ്യതകളെ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഉദാഹരണമായി, എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാൾക്ക് 5000 രൂപ കടം കൊടുക്കുകയാണ്. അത് എയും ബിയും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഇടപാടാണ്. അവിടെ കടം വാങ്ങിയ ബിക്ക് 5000 രൂപ തിരികെ കൊടുക്കാനുള്ള ബാധ്യത വരുന്നു. അതുപോലെ എക്ക് 5000 രൂപ തിരികെ കിട്ടാനുള്ള അവകാശം കൈവരുന്നു. ഇവിടെ ശരിക്കും വ്യക്തികൾ തങ്ങളിൽ നടത്തിയ ഒരു ട്രാൻസാക്ഷനിലൂടെ അവകാശങ്ങളും ബാധ്യതകളും ജനിക്കുകയാണ്. ഇങ്ങനെയുള്ള അവകാശങ്ങളും ബാധ്യതകളും സിവിൽ നേച്ചറിലുള്ളതാണ് എന്ന് പറയാം. ഇവിടെ കടം വാങ്ങിയ പണം തിരികെ നൽകാതിരുന്നാൽ ഒരു മണി സ്യൂട്ട് ഫയൽ ചെയ്ത് ആ പണവും മറ്റ് നഷ്ടപരിഹാരങ്ങളും ഈടാക്കാൻ എക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായാൽ അത് ഈടാക്കിയെടുക്കാനാകുമോ? ഈടാക്കിയെടുക്കാനാകും. അതിന് പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ പോയാൽ നടക്കില്ല. അത് സിവിൽ മാറ്ററാണ്. സിവിൽ മാറ്ററുകളെല്ലാം സിവിൽ നടപടികളിലൂടെയാണ് ഈടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ അയാളുമായി തല്ലുപിടിക്കാനോ അടിപിടിക്കോ പോയാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും. അത് ക്രിമിനൽ കുറ്റമായി തീരും. ആ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെടാൻ പോലീസിന് അധികാരമുണ്ട്. അടിപിടി നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്തുകൊണ്ടാണ് അടിപിടി ക്രിമിനൽ കുറ്റമെന്ന് പറയുന്നത്? കാരണം അടിപിടി സമൂഹത്തിനെതിരായ ഒരു കുറ്റമാണ്. അക്രമം സമൂഹം വെറുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അടിപിടി സമൂഹത്തിന്റെ അന്തസ്സിന് ചേരുന്നതല്ല. അത് നിയമം കയ്യിലെടുക്കുന്ന പ്രവൃത്തിയാണ്. തെമ്മാടികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും ചേർന്ന പണിയാണ് അടിപിടി, അക്രമം. സിനിമയിലൊക്കെ നല്ല തല്ലുകാരെ ഹീറോയായി ചിത്രീകരിക്കാറുണ്ട്. പക്ഷേ വാസ്തവം അതല്ല. നമ്മുടെ നാട് ക്രമസമാധാനം പാലിക്കുന്ന നാടാണ്. നിയമവാഴ്ചയാണ് അതിൻ്റെ സവിശേഷത. അടിപിടിയും അക്രമവും പോരാട്ടവും അതിലേർപ്പെടുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ദ്രോഹമായി തീരും. ഇങ്ങനെ സമൂഹം വെറുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അമർച്ച ചെയ്യാനും അവരെ നേർവഴിക്ക് നടത്താനുമാണ് ക്രിമിനൽ കേസ് എടുക്കുന്നത്. നമുക്ക് നേരെ എന്തു വന്നാലും കൈയും കെട്ടി നോക്കിയിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. എന്നാൽ നിയമവാഴ്ചയുള്ള രാജ്യത്ത് എല്ലാവർക്കും മുകളിലായിരിക്കും നിയമം. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് സങ്കട നിവൃത്തി വരുത്താൻ കഴിയൂ. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല. നമുക്ക് നേരിട്ട് ഒന്നിനെയും ചോദ്യം ചെയ്യാനാകില്ല. നീതിന്യായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ചോദ്യം ചെയ്യാനാകൂ. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളെ പൊതുസ്ഥലത്ത് വെച്ച് അകാരണമായി മർദ്ദിക്കുകയാണ്, നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച്. അപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ പോലീസുകാരനെതിരെ അടിക്കുന്നതൊക്കെ പിന്നീട് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയായി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ അക്രമം കാട്ടിയ ഉദ്യോഗസ്ഥനെതിരെ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കുകയാണ് ശരിയായ രീതി. ക്രിമിനൽ നടപടി വരുമ്പോൾ ആ പോലീസുകാരനെ സേനയിൽ നിന്നും പുറത്താക്കും. ക്രിമിനൽ കേസിൽ ശിക്ഷ വരുമ്പോൾ അയാളെ ജയിലിലേക്കും വിടും. നമുക്കുണ്ടായ മാനഹാനി, കഷ്ടപ്പാട്, മറ്റു നഷ്ടങ്ങളെല്ലാം ആ ഉദ്യോഗസ്ഥന്റെ വസ്തുവകകൾ ജപ്തി ചെയ്തുകൊണ്ട് ആവശ്യമായ തുക ഈടാക്കിയെടുക്കാനും കഴിയും. ഇവിടെ സിവിലായും ക്രിമിനലായും നടപടി നേരിടാൻ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനായി തീരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത പോലീസുകാരന് ലാത്തി നൽകിയിരിക്കുന്നത് എന്തിനാണ് എന്നായിരിക്കും. ഉത്തരം, അയാളുടെ കയ്യിൽ നമ്മൾ ഒരു ലാത്തി നൽകിയിരിക്കുന്നത് അയാളുടെ ദേഹരക്ഷയ്ക്ക് മാത്രമാണ്. നീതി നടപ്പിലാക്കുമ്പോൾ ആ പോലീസുകാരനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ നേരിടാൻ മാത്രം. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പോലീസുകാരന് ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ കഴിയില്ല. അതിന് വിപരീതമായി ലാത്തി പ്രയോഗിക്കുന്ന പോലീസുകാരുടെ കുടുംബത്തിലെ വസ്തുവകകളൊക്കെ നാട്ടുകാർ കൊണ്ടുപോകും സിവിൽ നടപടിയിലൂടെ. സിവിൽ നടപടിയുടെ പ്രത്യേകത ശരിയായ നഷ്ടപരിഹാരം ലഭിക്കും എന്നതാണ്. കൺസ്യൂമർ ലോയിലാണ് ഏറ്റവും അധികം തുക നഷ്ടപരിഹാരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബാർബർ മുടിവെട്ടിയ കേസിൽ ബാർബർക്ക് 2 കോടി നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത വന്നു. ആ ആർട്ടിസ്റ്റിന്റെ മുടി സലൂണിൽ വെട്ടിയപ്പോൾ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ നീളത്തിൽ മുടി വെട്ടിയെടുത്തു എന്നതാണ് കേസ്. ഡെഫിഷ്യൻസി ഓഫ് സർവീസ്.
ആ ബാർബർ പിന്നീട് സുപ്രീം കോടതി വരെ പോയി നഷ്ടപരിഹാരം 25 ലക്ഷമാക്കി കുറച്ചു വാങ്ങി. എന്നിരുന്നാലും 25 ലക്ഷം നൽകേണ്ടി വരും എന്നുറപ്പായി. പോലീസ് അതിക്രമങ്ങളിൽ പെടുന്നവർ കേസിന് പോയാൽ പോലീസുകാർ ഇടിക്കുന്ന ഓരോ ഇടിക്കും അവർ പണം എണ്ണി എണ്ണി നൽകേണ്ടി വരും, അവരുടെ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ട്. സിവിൽ കേസിലാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. സിവിൽ കേസിൽ നഷ്ടപരിഹാരം മാത്രമല്ല, പല വിധത്തിലുള്ള നിരോധനാജ്ഞകളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നിരോധനാജ്ഞ എന്ന് പറഞ്ഞാൽ തിരിയില്ല. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാകൂ. പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ. ഈ നിരോധനാജ്ഞ രണ്ട് വിധം വരാം. ടെമ്പററി ഇൻജങ്ഷനും പെർമനന്റ് ഇൻജങ്ഷനും ആകാം. ഇൻജങ്ഷൻ പുറപ്പെടുവിക്കുന്നത് സിവിൽ കോടതികളാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തി തടഞ്ഞുകൊണ്ട് ഉത്തരവായിരിക്കും. നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആ പ്രവൃത്തി ഈ ഉത്തരവ് മറികടന്ന് ചെയ്യുകയാണെങ്കിൽ അതിന് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 223 പ്രകാരവും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് പ്രകാരവും ഒരു ക്രിമിനൽ കേസും ആ പ്രവൃത്തി ചെയ്തതിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾ ഈടാക്കാനുള്ള സിവിൽ റെമഡിയും പുതിയതായി അവൈലബിൾ ആകും. അപ്പോൾ ഇൻജങ്ഷൻ ഉത്തരവുകൾ കൃത്യമായി പാലിക്കേണ്ടവയാണ് എന്ന് മനസ്സിലാക്കി. ഇൻജങ്ഷൻ ഉത്തരവുകൾ വന്നുപോയാൽ അത് വെക്കേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനാകില്ല. ഇനി സിവിൽ കേസുകൾ വരുന്ന മറ്റൊരു രീതി സ്പെസിഫിക് പെർഫോമൻസ് പ്രകാരമാണ്. അത് നമ്മൾ മറ്റൊരാളുമായി ഏർപ്പെട്ട കരാറിലെ വ്യവസ്ഥകൾ ഏതെങ്കിലും ശരിയായി പാലിക്കപ്പെടുന്നില്ലെങ്കിൽ എതിർ കക്ഷിക്ക് നമുക്കെതിരായി എടുത്തു വീശാൻ പറ്റുന്ന ഒരു വാളാണ്. വളരെ മൂർച്ചയുള്ള വാളാണത്. പരിക്കേൽക്കും. അതുകൊണ്ട് ഏതെങ്കിലും കരാറിൽ ഏർപ്പെടുന്നതിന് തീരുമാനിച്ചാൽ തീർച്ചയായും ഒരു അഭിഭാഷകന്റെ ഉപദേശം സ്വീകരിക്കുന്നത് അഭികാമ്യമായിരിക്കും. എല്ലാ നിയമവശങ്ങളും പഠിച്ചു മാത്രമേ കരാറുകളിൽ ഏർപ്പെടാവൂ. എന്നാൽ ധൈര്യശാലികൾക്ക് എന്തുമാകാം. ഫാമിലി കോർട്ട് മാറ്റേഴ്സ് പൊതുവെ സിവിൽ നേച്ചറിലുള്ളതാണ്. വിവാഹമോചനം, കുട്ടികളുടെ കസ്റ്റഡി, മെയിൻ്റെനൻസ്, റെസ്റ്റിറ്റ്യൂഷൻ ഒക്കെ സിവിലാണ്. അത് സിവിലാണെന്ന് പറയുമ്പോഴും കോടതിയുടെ ഉത്തരവ് അനുസരിക്കാതെ വന്നാൽ അത് പതിയെ ക്രിമിനലിലേക്ക് വഴിമാറും. ഇനി സിവിൽ നേച്ചറിലുള്ള മറ്റൊരു വിഭാഗം കേസുകൾ ഡിക്ലറേഷൻ സ്യൂട്ടുകളാണ്. ഭൂമിയുടെ ടൈറ്റിൽ ഡിക്ലറേഷനൊക്കെ ഇതിൽ വരും. ഇവിടെ ഉടമസ്ഥനെ കോടതി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ തന്നെ പിന്തുടർച്ച അവകാശികൾ ആരാണെന്നത്, പ്രോപ്പർട്ടി എങ്ങനെ ഭാഗം വയ്ക്കണമെന്നത്, കരാറുകളുടെയോ മറ്റ് നിയമരേഖകളുടെയോ സാധുത ഡിക്ലെയർ ചെയ്യുക, ട്രേഡ് മാർക്ക് അതുപോലുള്ള പ്രോപ്പർട്ടി റൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുക, അതുപോലെ സിവിൽ സ്റ്റാറ്റസുകൾ, വിവാഹം, മരണം, രക്ഷാകർതൃത്വം, ഇങ്ങനെ നിരവധി വിഷയങ്ങളിൽ സിവിൽ കോടതികൾക്ക് അന്തിമമായി തീർപ്പ് കൽപ്പിച്ച് ഡിക്രി നൽകാനുള്ള അധികാരമുണ്ട്. സിവിൽ വിഷയത്തിൽ തർക്കം വരുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ വിട്ടൊഴിഞ്ഞ് കേസ് രാജിയാക്കുന്നതിന് അവകാശമുണ്ട്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റായി തീർപ്പാക്കാം. മീഡിയേഷനിലോ അദാലത്തിലോ വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം. അതിന് കോടതി തന്നെ അവസരം ഒരുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്ന ബന്ധം നമുക്ക് നേരിട്ട് ആരംഭിക്കാൻ കഴിയുമെങ്കിലും വിവാഹം അവസാനിപ്പിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണ്ടിവരും. ഡിവോഴ്സ് ഉത്തരവ് കോടതിയിൽ നിന്ന് തന്നെ ലഭിക്കണം. കേസുകളെല്ലാം അതിന് അധികാരം പറഞ്ഞിട്ടുള്ള കോടതികളിൽ മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം. ക്രിമിനൽ കേസുകൾ ആരംഭിക്കാൻ നമുക്ക് സാധാരണഗതിയിൽ കോടതിയിലേക്ക് പോകേണ്ടതില്ല. അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയാൽ മതി. അതവർ കോടതിക്ക് റിപ്പോർട്ടായി നൽകും. എന്നാൽ സിവിൽ കേസ് ആരംഭിക്കുന്നതിന് നമ്മൾ കോടതിയിലേക്ക് നേരിട്ട് പോകുകയാണ് ചെയ്യേണ്ടത്. അഭിഭാഷകനെ ഏർപ്പെടുത്തുകയും ആകാം. ഇവിടെ സ്യൂട്ട് തയ്യാറാക്കി അവിടെ ഫയൽ ചെയ്യേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമായി തീരും. സിവിൽ കോടതി പ്രവർത്തിക്കുന്നതിനുള്ള പണം മുഴുവൻ വ്യവഹാര കക്ഷികളിൽ നിന്നുമാണ് സ്വീകരിക്കുന്നത്. കോടതി കമ്മീഷണറെ വയ്ക്കുന്നതിനും സാക്ഷികളെ വിളിച്ചു വരുത്തുന്നതിനുള്ള ചെലവുമൊക്കെ നമ്മളിൽ നിന്നും ഈടാക്കും. എന്നാൽ ക്രിമിനൽ കേസിൽ അങ്ങനെയല്ല. നമ്മൾ പോലീസിൽ വിവരം നൽകുന്നതോടെ നമ്മുടെ ജോലി അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം പോലീസുകാരും പ്രോസിക്യൂഷനും നോക്കിക്കൊള്ളും. ക്രിമിനൽ കേസ് സമൂഹത്തിനെതിരായ കുറ്റമാകിയാൽ കേസ് രാജിയാക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് കേസിൽ നിന്നും പിന്മാറിയാൽ പോലും കോടതി കേസ് ഒഴിവാക്കണമെന്നില്ല. എന്നാൽ സിവിൽ മാറ്ററിൽ കക്ഷികളിൽ കേസ് കൊണ്ടുവരുന്നയാൾ പിന്മാറിയാൽ കേസ് ഡിസ്മിസ് ആകും. എതിർ കക്ഷി വരുന്നില്ലെങ്കിൽ എക്സ് പാർട്ടിയായി ഉത്തരവ് പുറപ്പെടുവിക്കും. ചുരുക്കത്തിൽ സിവിൽ കേസുകൾ പേഴ്സണൽ റൈറ്റുകളുമായും ക്രിമിനൽ കേസ് പബ്ലിക് റൈറ്റുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പബ്ലിക് റൈറ്റുകൾ സമൂഹത്തിൻ്റെ മൊത്തം അവകാശമാകയാൽ അവയുടെ വയലേഷൻ ക്രിമിനൽ കുറ്റമായി ശിക്ഷാ നിയമത്തിൽ ചേർത്തിരിക്കുന്നു. ശാരീരിക ഉപദ്രവങ്ങൾ, മാനഭംഗം, മോഷണം,
അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിലും മറ്റ് ക്രിമിനൽ നിയമങ്ങളിലും വിവരിക്കുന്നു. ക്രിമിനൽ കുറ്റങ്ങളെ മേജർ എന്നും മൈനർ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം പബ്ലിക് റൈറ്റുകളുടെ വയലേഷനാണ്. മിക്കതും മൗലിക അവകാശങ്ങളുടെ ലംഘനമാകാം. അത് ഗ്യാരണ്ടി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്. എന്നാൽ സിവിൽ റൈറ്റുകൾ ഗ്യാരണ്ടീഡ് അല്ല. അത് സിവിൽ കോടതി വഴി പൗരന്മാർക്ക് സ്വന്തം ചെലവിൽ നടത്തിയെടുക്കാം, അത്രമാത്രം. ഒരു മരം താമസ വീടിന് അപകടകരമായി നിൽക്കുമ്പോൾ അത് ക്രിമിനൽ നേച്ചറിലുള്ളതാണ്. എന്നാൽ അയൽക്കാരൻ്റെ മരം നമ്മുടെ കൃഷിക്ക് ദോഷമായി നിൽക്കുമ്പോൾ അത് സിവിൽ നേച്ചറിലുള്ളതാണ്. ആദ്യത്തേത് സ്റ്റേറ്റ് ഇടപെടും, വെട്ടിക്കും. രണ്ടാമത്തേത് സ്റ്റേറ്റ് ഇടപെടില്ല. നമുക്ക് സിവിൽ കോടതി വഴി വേണമെങ്കിൽ വെട്ടിക്കാം, വെട്ടിക്കാതിരിക്കാം. സിവിൽ, ക്രിമിനൽ എന്നീ കോൺസെപ്റ്റുകൾ വ്യക്തമായി എന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.